മാത്രമല്ല ഭരണഘടനയിൽ കൃത്യമായി 89 രജിസ്റ്റർ ചെയ്യുമ്പോൾ കൃത്യമായി അതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് ഉമറാക്കളും ഉലമാക്കളുമുള്ളൊരു കൂട്ടായ്മ. നമുക്കറിയാം ഉലമാക്കൾ അവർക്കൊപ്പം ഉമറായിനെ കൂട്ടി ഉമറായിനെ പരിഷ്കരിച്ച ഒരു സമൂഹമാക്കി മാറ്റി. അങ്ങനെ ഉമറാവും ഉലമാവും കൂടി മഹല്ല് ശാക്തീകരിക്കണമെന്ന കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് സംഘടന ഉണ്ടാക്കിയതെങ്കിൽ ഈ ഇടെ നമുക്കൊക്കെ കാണാൻ കഴിയുന്നത് ഉമറാക്കളെ മാത്രമാക്കി പണ്ഡിതന്മാർക്കും സമസ്തയെ വിവിധ തലങ്ങളിൽ നെഞ്ചേറ്റിയ അതിന് എല്ലാവിധ മുന്നേറ്റങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന സംഘടനാ ബന്ധുക്കളെയൊക്കെ മാറ്റി വെറും ഉമറാക്കൾക്ക് മാത്രം പരിമിതപ്പെടുത്തി നമ്മുടെ പൂർവിക സൂരികൾ സ്വപ്നം കണ്ട ഈ ആശയത്തെ കൃത്യമായി തകർത്ത് കളയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മഹല്ല് ഫെഡറേഷന്റെ ചില തൽപര കക്ഷികളുടെ ശ്രമം കാരണം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് ഈ സമ്മേളനത്തിലേക്ക് ഏറ്റവും ആദ്യം കടന്നു വന്നത് ബഹുമാനപ്പെട്ട ഫരീദ് ഹാജി സാഹിബ് നമ്മുടെ സ്റ്റേജിലുണ്ട്. അദ്ദേഹം എന്നോട് സ്വകാര്യമായി പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇദലി ശിഹാബ് തങ്ങൾ സെക്രട്ടറിയായി SMF ഉണ്ടായ 87 അന്ന് മുതൽ തന്നെ അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമാണ്. മാത്രമല്ല സംസ്ഥാന കമ്മിറ്റിയിലെ പ്രധാന ഭാരവാഹിയാണ്. ജില്ലയിൽ അദ്ദേഹം വളരെ പ്രധാന സ്ഥാനങ്ങൾ അലങ്കരിച്ച വ്യക്തിയാണ്. പക്ഷേ ഈ വർഷം അദ്ദേഹത്തിന് അതിന്റെ മെമ്പർഷിപ്പ് പോലും ലഭിക്കാത്ത വിധം നമ്മുടെ പുതിയ മാനലും പരിഷ്കാരങ്ങളും അതൊരു ഫരീദാജി മാത്രം ഒതുങ്ങുന്നതല്ല. നമ്മുടെ നാടുകൾ എണ്ണിയാൽ എത്രയോ വലിയ പണ്ഡിതന്മാർ, എത്രയോ വലിയ സംഘടനാ നേതാക്കൾ പതിറ്റാണ്ടുകളായി ഈ സംഘടനയിൽ സേവനം ചെയ്തിരുന്ന മഹത്തുക്കളൊക്കെ വെട്ടിമാറ്റിക്കൊണ്ട് ചില തൽപര കക്ഷികൾ ആരെയൊക്കെയോ ഈ സ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, സമസ്തക്ക് കൃത്യമായി ദിശാബോധം നൽകി സംസുലുലമ ഉസ്താദ് ആശീർവദിച്ച് അനുഗ്രഹിച്ച ചെറുശ്ശേരി ഉസ്താദ് കൂടെ നിർത്തിയ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ എല്ലാവിധ ഒത്താശയും ചെയ്ത് കേരളത്തിലെ യുവവിഭാഗത്തെ, സമൂഹത്തെ, സമസ്തയുടെ ആശയത്തെ കൃത്യമായി പഠിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് നൽകിയ വരദാനമാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ് എന്നവർ. അദ്ദേഹത്തെ ഈ സംവിധാനത്തെ അദ്ദേഹം മഹല്ല് പ്രസിഡന്റായത് അമ്പലക്കടവിലാണ്. അദ്ദേഹം മഹല്ല് പ്രസിഡന്റാണ്. അത് കഴിഞ്ഞ് കാളികാവ് പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. അത് കഴിഞ്ഞ് മേഖലയുടെ ഉപാധ്യക്ഷനാണ് അദ്ദേഹം. ആ തലങ്ങളിൽ നിന്നൊക്കെ മാറ്റാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ ഹജ്ജിന് പോയപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തിയത് മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതൊക്കെ അവിടുത്തെ സമസ്ത സ്നേഹികള് അതൊക്കെ നേരിട്ടുകൊണ്ട് അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിലും അത് കഴിഞ്ഞ് സംസ്ഥാന കമ്മിറ്റിയിലും എത്തിയപ്പോ ഒരു കാരണവുമില്ലാതെ ഈ ഇരിക്കുന്ന നമുക്ക് മാത്രമല്ല